മഴ ശക്തമായതോടെ എറണാകുളം ഞാറക്കലിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും വീടൊഴിഞ്ഞു പോവുകയാണ്. ജിയോ ബാഗും കടൽ ഭിത്തിയും തകർത്താണ് കടൽ അടിച്ചു കയറുന്നത്. സൈഫിൻ സാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ നിൽക്കുന്നത് ഞാറക്കൽ 1-ാം വാർഡിലാണ്. ഞാറക്കൽ 1-ാം വാർഡിലെ തീരപ്രദേശത്തെ കാഴ്ചയാണിത്. കടലടിച്ചു കയറുകയാണ്. കടലാക്രമണം രൂക്ഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വരെ ആൾതാമസം ഉണ്ടായിരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിന്റെ മുൻവശത്തെ കാഴ്ചയാണിത്. ഈ രീതിയിൽ ഓരോ വീടുകളുടെ മുമ്പിലേക്കും വെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന കടൽ വെള്ളം മുഴുവൻ ഈ സമീപത്തെ ഓരോ വീടുകളിലേക്കും അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ ഈ തീരപ്രദേശത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നതാണ്. ആ നാളോടെങ്കിൽ ഇത് തന്നെ സംഭവം ഇവിടെ നടക്കണത്. കുറച്ച് കൽവിത്തൂടെന്ന് വെച്ചാൽ അത് ഇതേ പോയി. പിന്നെ കുറച്ച് ചാക്കറ്റ് വെക്കും, അത് പോയി. ഒരു സമയത്ത് ഇവിടെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്നവരാണ്. ഇവിടെ കല്യാണം കുടിച്ചുകൊണ്ട് 80-ൽ വന്നതാണ് ഞാൻ. ആ കാലം തുടങ്ങി ഇവിടെ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. 25 കിലോമീറ്റർ ഉണ്ട് ഈ വൈപ്പിങ്കര. ഈ വൈപ്പിങ്കരനെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്രത്തിനാണ്. ഈ കേന്ദ്രം കേരളമായാലും ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വൈപ്പിങ്കര നശിഞ്ഞു പോകും. ഞങ്ങൾ മനുഷ്യരല്ലേ, ഇവിടെ ജീവിക്കുന്നവരല്ലേ. ഈ ദുരിതം കണ്ടിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഗവൺമെന്റിന്റെ ആളുകൾ ആരും ഇവിടെ വന്ന് ഒരു കാര്യം നോക്കണില്ല എന്നുള്ള നമുക്ക് ഇവരെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കണ്ടേ? ഞങ്ങൾക്ക് ഇത് തന്നെയാണ് എല്ലാ കൊല്ലം ഇത് ഞങ്ങൾ അനുഭവിക്കാണ്. ഒരാളും കടത്തിരിഞ്ഞു നോക്കാനില്ല. ഇവിടെ കിടന്ന് മറുപടി കൂട്ടുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇത്തിരി മണ്ണ് വേണ്ടി വെക്കും. അത് തന്നെയാണ് കിട്ടണത്. അത് 4 ലക്ഷം പറഞ്ഞ് 2 ലക്ഷം അവർക്ക് എടുക്കാനാണ് അത് തോന്നിയ ദിവസം ചെയ്യണം. ഞങ്ങൾക്ക് അതിന് മുമ്പ് എന്തെങ്കിലും പ്രതിനിധി ചെയ്ത് തന്നെ ഞങ്ങൾ ഇവിടെ കിടക്കണവരെന്ത് വേണം? വോട്ട് കാലമാകുമ്പോൾ എല്ലാവരും വരും. ഇവിടെ ഒരു MLA ഇല്ല, മന്ത്രിയില്ല, ഒരാളും കടത്തിരിഞ്ഞു നോക്കാനില്ല. ഈ കോലാഹലം മുഴുവൻ നടന്നിട്ട് ഇവിടുത്തെ തീരദേശ നിവാസികൾ ആകെ ദുരിതത്തിലാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇവിടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ വീട്ടിലോട്ടാണ് ഈ വെള്ളവും ചെളിയൊക്കെ അടിച്ചു കയറുന്നത്. ഇവിടെ ആകെ ദുരിതത്തിലാണ്. എല്ലാ വീടുകളും ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. ഇവിടെ ഇനി കടൽ ഭിത്തി കൊണ്ടും പരിഹാരമില്ല, ഈ പറയുന്ന ജിയോ ബാഗ് കൊണ്ടും പരിഹാരമില്ല. കാരണം അതെല്ലാം പരാജയമാണെന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ വെള്ളം ഇവിടെ നിന്ന് കടൽ ഓരോ തിര വരുമ്പോഴും ഇവരുടെ നെഞ്ചിൽ ആദി കൂടുകയാണ്. ആ വെള്ളം മുഴുവൻ ഇവരുടെ വീടിന്റെ മുറ്റത്തേക്കും വീടിനകത്തേക്കും അടുക്കളയിലേക്കും എല്ലാം കയറുന്ന അവസ്ഥയാണ്. ഈ സാധനങ്ങൾ വഴി എങ്ങോട്ടോടും ഏത് ഭാഗത്തേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇവരുള്ളത്. എന്തായാലും ചെല്ലാന മോഡൽ ടെട്രാപ്പോഡെങ്കിലും കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളായി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം മാറുമെന്നൊരു വേദനയാണ് ഇവരിവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ടീബിനൊപ്പം സൈഫിൻ സാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.